ബാബറി മസ്ജിദ് തകർത്ത കേസിൽ എൽകെ അദ്വാനി അടക്കമുള്ള മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. മസ്ജിദ് തകർത്തത് ആസൂത്രിതമല്ലെന്നും തെളിവുകൾ ശക്തമല്ല എന്നും ലക്നൌ പ്രത്യേക സിബിഐ കോടതി വ്യക്തമാക്കി. കുറ്റാരോപിതരായ മുതിർന്ന നേതാക്കൾ മസ്ജിദ് തകർക്കുന്നത് തടയാനാണ് ശ്രമിച്ചതെന്നും കോടതി പറഞ്ഞു. सीबीआई ने लगाए थे वो आरोप सभी गलत हैं और एविडेंस उनके खिलाफ अपर्याप्त माना। टिप्पणी की है कि देखिए विश्व हिंदू परिषद का या संघ परिवार का कोई योगदान नहीं था, ये ऐसे कुछ अराजक तत्वों ने ढांचा गिराया था और इन लोगों ने लगातार प्रयास किए रोकने को। 12 बजे तक स्थिति सब नॉर्मल थी, फिर पीछे से कार सेवकों ने, कुछ लोगों ने, अराजक तत्वों ने पत्थरबाजी वगैरह की है और उसमें कहीं इन लोगों का इन्वॉल्वमेंट प्रत्यक्ष या अप्रत्यक्ष नहीं था. ശക്തമായ തെളിവുകൾ ഹാജരാക്കാൻ സിബിഐക്ക് കഴിഞ്ഞില്ല എന്ന് പ്രതികളുടെ അഭിഭാഷകൻ പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ ദൃശ്യങ്ങൾ എഡിറ്റഡ് ആയിരുന്നു എന്നും അദ്ദേഹം പറയുന്നു. फोटोग्राफ के बारे में कहा है कि उस समय निगेटिव भी उपलब्ध थी, लेकिन जो इन्वेस्टिगेटिंग अफसर्स थे वो निगेटिव प्रोड्यूस नहीं कर पाए वस्तु प्रदर्श के रूप में और उसको सिद्ध नहीं कर पाए हैं. और जो वीडियो रिकॉर्डिंग्स थी वो सब फैब्रिकेटेड थी और वो उसमें कहीं न कहीं टेम्परिंग की गई थी, तो वो भी साक्ष्य के रूप में नहीं लिया जा सकता था. और सीबीआई ने 65 एविडेंस एक्ट के प्रोविजंस का, प्रावधानों का पालन नहीं किया, इसलिए साक्ष्य के अभाव में सभी अभियुक्तगणों को 22 बरी माननीय न्यायालय ने किया. വിവരങ്ങളുമായി രാകേഷാണ് ചേരുന്നത്. രാകേഷ്, വിധി വന്നിരിക്കുന്നു, എന്താണ് വിശദാംശങ്ങൾ? ഗോപി, ബാബറി മസ്ജിദ് തകർത്ത കേസിലെ 32 പ്രതികളെയും ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. ലക്നൌവിലെ CBI പ്രത്യേക കോടതിയുടേതാണ് വിധി. CBI മുന്നോട്ട് വെച്ച വാദങ്ങളെല്ലാം തന്നെ പ്രത്യേക കോടതി ജഡ്ജി SK യാദവ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഗൂഢാലോചന തെളിയിക്കാൻ CBIക്ക് ആയില്ല. അങ്ങനെ CBI മുന്നോട്ട് വെച്ച എല്ലാ വാദങ്ങളും തള്ളിക്കൊണ്ടാണ് BJPയുടെ മുതിർന്ന നേതാക്കളായ LK അദ്വാനി, മുരളി മനോഹർ ജോഷി, മുൻ UP മുഖ്യമന്ത്രി കല്യാൺ സിംഗ്, മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ഉമാഭാരതി അടക്കം 32 പ്രതികളെയും കോടതി വെറുതെ വിട്ടത്. ശക്തമായ തെളിവുകൾ ഈ കേസിൽ ഇല്ല എന്ന മുരളി മനോഹർ ജോഷി മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. उस सबका एकमात्र उद्देश्य जन जागरण करना और राम मंदिर के लिए देश भर में एक जनमत और एक प्रकार का वायुमंडल तैयार करना था और तथ्यों को लोगों के सामने रखना था. इस निर्णय ने यह सिद्ध कर दिया है कि हमारा आंदोलन, हमारे कार्यक्रम किसी षड्यंत्र के तहत नहीं थे. वो एक सामान्य जनतांत्रिक आंदोलन के तौर पर थे. ये बड़ी बात है. इससे हम सब प्रसन्न हैं, देश प्रसन्न है. और अब मैं ऐसा समझता हूँ कि इसके बाद ये विवाद समाप्त होना चाहिए और सारे देश को मिलकर भव्य राम मंदिर के निर्माण के लिए तत्पर होना चाहिए. इस अवसर पर मैं तो एक ही बात कहूँगा कि जय जय श्री राम और सबको सन्मति दे भगवान. धन्यवाद. വിധിക്ക് ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണമായിരുന്നു. രാകേഷ്, തുടരുക. ഗോപി, കേസിലെ 32 പ്രതികളെയും ഇപ്പോൾ ലക്നൌവിലെ പ്രത്യേക CBI കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. CBI മുന്നോട്ട് വെച്ച വാദങ്ങളെല്ലാം തന്നെ കോടതി തള്ളിയിരിക്കുകയാണ്. ഇങ്ങനെ CBIയുടെ ഗൂഢാലോചന അടക്കമുള്ള വാദങ്ങൾ തെളിയിക്കാൻ CBIക്ക് സാധിച്ചില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് LK അദ്വാനി, മുരളി മനോഹർ ജോഷി, ഉമാഭാരതി, കല്യാൺ സിംഗ് തുടങ്ങി മുതിർന്ന BJP നേതാക്കൾ ഉൾപ്പെട്ട കേസിലെ മുഴുവൻ പ്രതികളെയും വെറുതെ വിടാനുള്ള തീരുമാനം ഇപ്പോൾ ലക്നൌവിലെ CBI കോടതി കൈക്കൊണ്ടിരിക്കുന്നത്. കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതികൾക്കെതിരെ ഒന്നും തന്നെ ശക്തമായ തെളിവുകൾ ഇല്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രവുമല്ല, ബാബറി പള്ളി പൊളിച്ചത് മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്ന് പറയാൻ കഴിയില്ല എന്ന നിരീക്ഷണവും വിധി പ്രസ്താവനത്തിനിടെ കോടതി നടത്തുകയും ചെയ്തിരിക്കുന്നു. കോടതിയുടെ മറ്റ് കാര്യങ്ങൾ, വിധിയിൽ കോടതി പറഞ്ഞിരിക്കുന്ന മറ്റ് കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതായത്, ഈ നേതാക്കളെല്ലാം തന്നെ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്, മറിച്ച് പള്ളി തകർക്കുക എന്ന ലക്ഷ്യം അവർക്കുണ്ടായിരുന്നില്ല. പകരം അവിടെ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ നിയന്ത്രിക്കാനാണ് LK അദ്വാനി, മുരളി മനോഹർ ജോഷി തുടങ്ങിയ നേതാക്കൾ ശ്രമിച്ചത്. മാത്രവുമല്ല, CBI സമർപ്പിച്ചിരുന്ന പല തെളിവുകളും, അതിൽ ഫോട്ടോകളൊന്നും തന്നെ തെളിവുകളായി കണക്കാക്കാൻ കഴിയില്ല എന്ന് കൂടി കോടതി പറയുകയുണ്ടായി. കാരണം ഇതിനൊന്നും തന്നെ നെഗറ്റീവുകൾ ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല, വീഡിയോകൾ പലതും സമർപ്പിക്കപ്പെട്ടിരുന്നു. ആ വീഡിയോകളെല്ലാം തന്നെ എഡിറ്റ് ചെയ്തതാണ്, ടാമ്പർ ചെയ്തതാണ് എന്നുകൂടി കോടതി പരാമർശം നടത്തുകയും ചെയ്തു. ഇതുകൂടാതെ കോടതി വ്യക്തമാക്കിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി കോടതി
ചൂണ്ടിക്കാണിച്ചത്. ഈ നേതാക്കളെല്ലാം തന്നെ ഈ അത്തരത്തിലുള്ള പ്രകോപനമായ നടപടികൾ നേതാക്കളുടെ ഭാഗത്തുണ്ടായില്ല, മറിച്ച് ഈ ആളുകളെ എല്ലാം തന്നെ ഇവർ പിടിച്ചു നിർത്തി. ഇതുകൂടാതെ കോടതി പറഞ്ഞ മറ്റൊരു കാര്യം, ഈ ആളുകൾ മിനാരങ്ങൾ തകർക്കാൻ പള്ളിക്ക് മുകളിലേക്ക് കയറി എന്നതിന് തെളിയിക്കാൻ, അത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് തെളിയിക്കാനും ഈ CBIക്ക് സാധിച്ചില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഏതായാലും വിധി പ്രസ്താവം കോടതി നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും 28 വർഷങ്ങൾക്ക് ശേഷം, ബാബറി പള്ളി പൊളിച്ച് 28 വർഷങ്ങൾക്ക് ശേഷം വിധി വരുമ്പോൾ ആ കേസിലെ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടുള്ള തീരുമാനമാണ് CBI കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് രാവിലെ കോടതി നടപടികൾ ആരംഭിച്ചപ്പോൾ 32 പ്രതികളിൽ 26 പേർ മാത്രമാണ് ഹാജരായിരുന്നത്. LK അദ്വാനി അടക്കമുള്ളവർ വീഡിയോ കോൺഫറൻസിലൂടെയാണ് ഇതിൽ കോടതി നടപടിയിൽ പങ്കെടുക്കുകയും ചെയ്തത്. ഏതായാലും ഈ വിധി വന്നതിന് ശേഷം BJPയുടെ മുതിർന്ന നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ LK അദ്വാനിയുമായി ഫോണിൽ സംസാരിച്ചു. അതിനുശേഷം മറ്റൊരു കേന്ദ്രമന്ത്രിയായ രവിശങ്കർ പ്രസാദ് പിന്നീട് LK അദ്വാനിയുടെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഗോപി, അതായത് കോടതി ഉത്തരവ് പ്രകാരം നേതാക്കൾ ഒരു കൂട്ടം അക്രമി സംഘം ഇത് ചെയ്യുന്നത് തടയാനാണ് ശ്രമിച്ചത്, അല്ലേ? തീർച്ചയായും ഇത്തരം ഒരു കൂട്ടം അക്രമി സംഘം ഇത് ചെയ്യുന്നത് തടയാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. മാത്രവുമല്ല ഇവർ അത്തരം ഏതെങ്കിലും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഇവർ ഏർപ്പെടുമ്പോൾ അവരെ അതിൽ നിന്ന് തടഞ്ഞു നിർത്താൻ, പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ഇതാണ് കോടതി പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. കാരണം മാധ്യമങ്ങൾക്ക് ഈ കോടതിക്കകത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ വിധിയുടെ വിശദാംശങ്ങൾ അഭിഭാഷകരാണ് പുറമെ വെളിപ്പെടുത്തിയത്. അഭിഭാഷകർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നേതാക്കളുടെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടായിട്ടില്ല, മറിച്ച് ആൾക്കൂട്ടം ഇത്തരം പ്രകോപനം ഉണ്ടാക്കിയപ്പോൾ അവരെ നിയന്ത്രിക്കാനായി നേതാക്കൾ ശ്രമിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല ഈ ബാബറി മസ്ജിദിന്റെ മിനാരങ്ങൾ സാമൂഹ്യ വിരുദ്ധർ തകർത്തു. അതിനും ആവശ്യമായ തെളിവുകൾ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കാൻ CBIക്ക് സാധിച്ചിട്ടില്ല, അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോടതി ഈ മുഴുവൻ പ്രതികളെയും ഇത്തരത്തിൽ വെറുതെ വിടാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, അന്ന് ഈ സംഭവം നടക്കുമ്പോൾ LK അദ്വാനി, മുരളി മനോഹർ ജോഷി, ഉമാഭാരതി തുടങ്ങിയ നേതാക്കളെല്ലാം ഈ സംഭവ സ്ഥലത്ത് നിന്ന് 100-150 മീറ്ററോ അടുത്ത് ഉണ്ടായിരുന്നതാണ്. പക്ഷേ കോടതി അതിനെ കണ്ടെത്തിയത് ഇവരുടെ ഭാഗത്ത് പ്രകോപനം ഉണ്ടായിട്ടില്ല, പകരം പ്രകോപനമുണ്ടായ ആളുകളെ അവർ തടയാൻ ശ്രമിച്ചു, പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് വിലയിരുത്തിയാണ് ഇപ്പോൾ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതിയുടെ ഉത്തരവ്. ഗോപി, തീർച്ചയായും മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടിരിക്കുന്നു. പ്രതികൾ LK അദ്വാനി, മുരളി മനോഹർ ജോഷി, ഉമാഭാരതി, കല്യാൺ സിംഗ്, സ്വാതി ഋതംബര, സാക്ഷി മഹാരാജ്, വിനയ് കട്യാർ, മഹന്ത് ധർമ്മദാസ്, മഹന്ത് നിത്യഗോപാൽ ദാസ്, കൂടാതെ അന്ന് കലക്ടറായിരുന്ന NR ശ്രീവാസ്തവ, ഇവരൊക്കെയായിരുന്നു എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട പ്രതികൾ. ഇവരെല്ലാവരെയും തന്നെ കോടതി ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നു. CBIക്ക് തെളിവുകളുടെ CBI പറഞ്ഞ കാര്യങ്ങൾ തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. തെളിവുകൾ പലതും ഫാബ്രിക്കേറ്റഡ് ആയിരുന്നു എന്നും കോടതി പറയുന്നു. കോടതി പറയുന്നതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവർ ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധർ പള്ളി തകർക്കുകയായിരുന്നു, അത് തടയാൻ നേതാക്കൾ ശ്രമിച്ചു എന്നുമാണ് കോടതി ഇപ്പോൾ ഉത്തരവിൽ പറയുന്നത്. നേരത്തെ ചാർജ് ഷീറ്റിൽ ഉണ്ടായിരുന്നത് മസ്ജിദ് ഗിരാവോ മന്ദിർ ബനാവോ എന്ന് ഉമാഭാരതി പ്രസംഗിച്ചുവെന്നും, പള്ളി പൊളിക്കുമെന്ന് ഡിസംബർ 5 പ്രസംഗിച്ചുവെന്നും, മുൻകൂട്ടി തീരുമാനിച്ചതാണെന്ന് പ്രസംഗിച്ചുവെന്നും, ഗൂഢാലോചന നടത്തിയെന്ന് പരസ്യമായി സമ്മതിച്ചു എന്നുമൊക്കെയായിരുന്നു ചാർജ് ഷീറ്റിലുണ്ടായിരുന്നത്, കുറ്റപത്രത്തിലുണ്ടായിരുന്നത്. ഉമാഭാരതി ഇത്തരം കാര്യങ്ങൾ ചെയ്തുവെന്ന്. പക്ഷേ അതൊന്നും തെളിയിക്കാൻ CBIക്ക് കഴിഞ്ഞില്ല എന്നാണ് കോടതി പറയുന്നത്. അല്ലെങ്കിൽ സമർപ്പിക്കപ്പെട്ട തെളിവുകൾ മുഖവിലക്കെടുക്കാൻ കഴിയില്ല എന്ന് കോടതി പറയുന്നു. കൂടാതെ മറ്റ് പ്രതികൾക്കെതിരെയും സ്വാഭാവികമായും ദൃശ്യങ്ങൾ അല്ലെങ്കിൽ അവർ പറയുന്ന അത്തരത്തിൽ പ്രസംഗിക്കുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. കർസേവ നടക്കുമെന്ന് അദ്ദേഹം പറഞ്ഞത് ഡിസംബർ 6 നടക്കുന്ന ഭജനയല്ല എന്ന് പറഞ്ഞത്. പക്ഷേ അത്തരം ദൃശ്യങ്ങളോ ഒന്നും തന്നെ കോടതിക്ക് ഇപ്പോൾ തെളിവായി എടുക്കാൻ കഴിയില്ല എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തെളിവുകളുടെ അഭാവത്തിൽ അല്ലെങ്കിൽ CBIക്ക് കൃത്യമായി തെളിയിക്കാൻ കഴിയാത്തതുകൊണ്ട് കോടതി ഇവരെ വെറുതെ വിടുന്നു. രാകേഷ് ആണ് ചേരുന്നത്. രാകേഷ്, ഏതായാലും നമ്മൾ കേട്ടിടത്തോളം 2000-ഓളം പേജുള്ള കുറ്റപത്രം എന്നായിരുന്നു ആദ്യം, വിധി പ്രസ്താവം എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. CBI കൊണ്ടുവന്ന ഇത്തരം പ്രധാനപ്പെട്ട തെളിവുകളായ ഒരു കാര്യവും നിയമപരമായി നിലനിൽക്കില്ല, അല്ലെങ്കിൽ അത് ഇവരെ കുറ്റക്കാരാണെന്ന് വിധിക്കാൻ പര്യാപ്തമല്ല എന്നാണ് കോടതി പറഞ്ഞു വെക്കുന്നത്, അല്ലേ? തീർച്ചയായും ഗോപി, അത് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിരുന്നത്. കാരണം 361 സാക്ഷിമൊഴികളാണ് നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിരുന്നത്. അതിൽ മാധ്യമ പ്രവർത്തകരടക്കം ഉൾപ്പെടുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല, ഈ 1992 ഡിസംബർ 6 ഈ പള്ളി പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ, ഫോട്ടോകൾ, ഒപ്പം തന്നെ ദൃശ്യങ്ങൾ, ഇതെല്ലാം തന്നെ കോടതിയിൽ സമർപ്പിക്കപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ കോടതി അക്കാര്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഫോട്ടോകൾക്കൊന്നും തന്നെ നെഗറ്റീവ് ഇല്ല, അതുകൊണ്ട് തന്നെ ഇതൊരു തെളിവായി കണക്കാക്കാൻ കഴിയില്ല. അതാണ് കോടതി പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമതായി കോടതി പറഞ്ഞിരിക്കുന്നത്
പറഞ്ഞിരിക്കുന്നത് ഈ വീഡിയോ ദൃശ്യങ്ങൾ പലതും കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്ന പരാമർശം കൂടി കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. ഇങ്ങനെ ഈ എല്ലാ തെളിവുകളും, അതായത് ദൃശ്യങ്ങൾ നമുക്ക് മുമ്പ് സംസാരിക്കുന്നുണ്ട്, ഈ ദൃശ്യങ്ങളൊന്നും തന്നെ പക്ഷേ തെളിവായി കണക്കാക്കാൻ കഴിയില്ല, ഫോട്ടോകളൊന്നും തന്നെ തെളിവായി കണക്കാക്കാൻ കഴിയില്ല. ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കോടതി ഏതായാലും ഈ എല്ലാ പ്രതികളെയും വെറുതെ വിടാനുള്ള ഉത്തരവിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. ഇതിനൊപ്പം തന്നെ കോടതി നടത്തിയ പരാമർശമാണ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടായില്ല, പകരം ഇത്തരത്തിൽ അവിടെ തടിച്ചുകൂടിയിരുന്ന ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനാണ് ഈ നേതാക്കൾ ശ്രമിച്ചത് എന്ന് പറയുന്നു. അങ്ങനെ ഈ പള്ളി പൊളിച്ചതിൽ നേതാക്കൾക്ക് ഗൂഢാലോചനയുണ്ട് എന്ന വാദം, CBIയുടെ പ്രധാനപ്പെട്ട വാദം തന്നെ ഇല്ലാതാക്കുന്ന ഒരു നടപടി ഏതായാലും അത്തരമൊരു വിധിയാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. കാരണം നേരത്തെ CBI ഇത്തരത്തിൽ ഗൂഢാലോചന കുറ്റം ഈ നേതാക്കൾക്കെതിരെ എന്നെ കുറ്റപത്രത്തിൽ ചുമത്തിയിരുന്നു. പിന്നീട് അലഹബാദ് ഹൈക്കോടതിയാണ് ഇവർക്കെതിരായ ഗൂഢാലോചന കുറ്റമടക്കം ഒഴിവാക്കുകയും ചെയ്യുന്നത്. പിന്നീട് സുപ്രീം കോടതി തന്നെയാണ് നേരത്തെ 2017 ഇതിനെ ചോദ്യം ചെയ്യുകയും ഗൂഢാലോചന കുറ്റം ഇവർക്കെതിരെ ചുമത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തത്. ഏതായാലും വിചാരണ കോടതി ഇപ്പോൾ വിധി പറഞ്ഞപ്പോൾ ഗൂഢാലോചന അടക്കമുള്ള ഒരു കുറ്റവും ഇവർക്കെതിരെ, ഈ 32 പേർക്കെതിരെ നിലനിൽക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഒരു വിധി പ്രസ്താവം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. തീർച്ചയായും രാകേഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു കൂട്ടം ആൾക്കാർ, ഈ ആൾക്കൂട്ടത്തെ എങ്ങനെയാണ് കോടതി, വിധിയുടെ വിശദാംശങ്ങളും പേപ്പറുകളും ലഭ്യമായി വരുന്നേ ഉള്ളൂ, എന്നാലും ഈ ആൾക്കൂട്ടത്തെ കോടതി എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധർ, അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് ആ ഒരു ആൾക്കൂട്ടത്തെ, ഈ ഒരു ക്രിമിനൽ കാര്യം ചെയ്ത ആൾക്കൂട്ടത്തെ കോടതി എങ്ങനെയാണ് കണ്ടത്? ഗോപി, അവിടെ അന്ന് ആയിരക്കണക്കിന് കർഷകർ അന്ന് അവിടെ തടിച്ചുകൂടുകയായിരുന്നു. ഒരു നിമിഷം, അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ ഈ ഘട്ടത്തിൽ ചേരുന്നു. ശ്രീ ഹാരിസ് ബീരാൻ, സ്വാഭാവികമായും ആദ്യത്തെ ചോദ്യം, എങ്ങനെ കാണുന്നു വിധിയെ? വളരെ നിരാശാജനകമാണ്. അതെന്ന് മാത്രമേ എനിക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുകയുള്ളൂ. കാരണം ഇന്ത്യൻ സമൂഹത്തിൽ തന്നെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള നാഴികക്കല്ലായിട്ടുള്ള, നീതിന്യായ ചരിത്രത്തിൽ തന്നെ നാഴികക്കല്ലായിട്ടുള്ള 2 കേസുകളാണ് ഇപ്പൊ ഇന്ന് അനുബന്ധിച്ചുള്ള ക്രിമിനൽ നടപടികൾ ആയിട്ട് മുന്നോട്ട് പോയിട്ടുള്ള വിധിന്യായങ്ങളും ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം സുപ്രീം കോടതി പറഞ്ഞത് മറ്റേ പള്ളി തകർത്തത് നിയമവിരുദ്ധമാണ്, നിയമവ്യവസ്ഥയിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അപ്പൊ നിയമവിരുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തകർക്കാൻ പാടില്ലാത്ത സംഗതി തന്നെയായിരുന്നുള്ളതാണ്. ഇനി ആര് തകർത്തു എന്നുള്ളതും ആ തകർത്തവർക്ക് തക്കതായ ശിക്ഷ പെടണമെന്നുള്ളതുമായിരുന്നു ഇന്നത്തെ വിധിന്യായത്തിൽ വരേണ്ടിയിരുന്നത്. പക്ഷെ ഇന്ന് പറഞ്ഞത് ആരും തകർത്തിട്ടില്ല, ആരും കുറ്റക്കാരല്ല എന്നുള്ളതാണ്. നമുക്കിപ്പോ അനുമാനിക്കൽ ബാബ്രി പള്ളി ആരും തകർത്തതല്ല, അത് താനെ തകർന്നു വീണതാണ് എന്നുള്ള രീതിയിലുള്ള ഒരു അനുമാനമാണ് നമ്മൾ ഇനിയിപ്പോ അനുമാനിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത്. കാരണം ഇതിന് ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശക്തമായിട്ട് ആണ് ഞാനെല്ലാം വിചാരിച്ചിരുന്നത്. കാരണം ഒന്നും നടക്കുകയില്ലെങ്കിൽ പോലും ഇതിനകത്ത് ഇപ്പൊ ഒരു ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു എക്സിക്യൂഷൻ സ്റ്റേജിലേക്കൊന്നും ഇപ്പൊ എത്താൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് വിധി പറയുന്നത്. അതിനുശേഷം ഇപ്പൊ ശിക്ഷ വിധിച്ചെങ്കിൽ പോകും, ഹൈക്കോടതി പോകും, സുപ്രീം കോടതി പോകും, പല കാലങ്ങളായിട്ട് അവിടെ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പക്ഷെ ഒരു കുറ്റക്കാരായിട്ട് ആരെങ്കിലും കോടതി പറഞ്ഞൊരു നിർണായകമായ ഒരു പോയിന്റാണ്. അതായത് പെട്ടെന്ന് എന്തെങ്കിലും ആക്ഷൻ ഉണ്ടാവോ എന്നുള്ളതല്ല, പക്ഷേ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ സംബന്ധിച്ച് ആ വ്യവസ്ഥയുടെ നമ്മുടെ ഈ രാജ്യത്തെ പൗരന്മാരുടെ മനോഭാവത്തിൽ ഒരു വലിയ അളവുകോലാവേണ്ട ഒരു വിധിയായിരുന്നു. ഒരു നിമിഷം, ഇപ്പോൾ പാണക്കാട് ശയാതങ്ങൾ മാധ്യമങ്ങൾ കാണുന്നു. നമ്മുടെ വളരെ നിർഭാഗ്യകരമായ വിധിയാണ് പുറത്തു വന്നിരിക്കുന്നത്. നിയമവിരുദ്ധമായും അക്രമ മാർഗത്തിലൂടെയും ബാബരി മസ്ജിദ് തകർത്തവർക്ക് ശിക്ഷയില്ലാതെ പോയി. അത് വളരെ നിർഭാഗ്യകരം തന്നെയാണ്. അന്വേഷണ ഏജൻസി ഇക്കാര്യത്തിൽ ഉടനെ തന്നെ അപ്പീൽ പോകേണ്ടതാണ്. എന്തായാലും എല്ലാവരും സമാധാനവും നിലനിർത്തുകയും മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് ഞാൻ ഉണർത്തുന്നു. മതസൗഹാർദ്ദം കാത്ത് സൂക്ഷിക്കണം എന്നുള്ള തങ്ങളുടെ ആഹ്വാനം എല്ലാവരും ശിരസ വഹിക്കണം എന്ന് ആവർത്തിക്കുകയാണ്. ഇവിടെ പറഞ്ഞതുപോലെ സുപ്രീം കോടതി തന്നെ പറഞ്ഞതാണ് ഒരു നിയമവിരുദ്ധമായ പ്രവർത്തനം എന്നുള്ള, വളരെ വ്യക്തമായി സുപ്രീം കോടതി തന്നെ പറഞ്ഞതാണ്. മാത്രമല്ല, അന്വേഷണ ഏജൻസി കുറ്റക്കാരെ പോയിൻ്റ് ഔട്ട് ചെയ്യുകയും ചെയ്തതാണ്. എന്നിട്ട് എല്ലാവരെയും വെറുതെ വിടുന്ന ഒരു വിധി ഒരിക്കലും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല. ഇത് അല്ലെങ്കിൽ തന്നെ 28 വർഷമായി
ജസ്റ്റിസ് ഇങ്ങനെ ലേറ്റായത് ജസ്റ്റിസ് ഡിനയലാണ്. അത് പ്രാഥമികമായി നിയമത്തിൻ്റെ ഒരു പാടാണ്. ഇത്ര വൈകി സംഭവിച്ച ഒരു കാര്യം അങ്ങേയറ്റം ന്യായം നിഷേധിക്കലിന് തുല്യമാണ്. അവസാനം വിധി ഒന്ന് നോക്കുമ്പോൾ എല്ലാവരെയും വെറുതെ വിടുകയും ചെയ്തു. ബാബരി മസ്ജിദ് തകർത്തിട്ടേ ഇല്ല എന്ന് പറയുന്നതിന് തുല്യമായിപ്പോയി. ഇത് ഇപ്പോഴും പള്ളി അവിടെ ഉണ്ട് എന്ന് പറയുന്നതിന് തുല്യമായിപ്പോയി. അപ്പോൾ പക്ഷേ കോടതി വിധിയാണ്, അടുത്ത നടപടിയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞത്. അതായത് അന്വേഷണ ഏജൻസി നിർബന്ധമായും അപ്പീൽ പോകേണ്ടതാണ് എന്നുള്ളത്. ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിൽ എപ്പോഴും നീതിയും ന്യായവും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ലോകത്തിൻ്റെ മുമ്പിൽ വരേണ്ടത് നമുക്ക് ആവശ്യമാണ്. പള്ളി അക്രമമാർഗത്തിലൂടെ തകർത്തതാണ്. അത് അവിടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഈ പ്രതികളുടെ മുഴുവൻ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അവരാരും തന്നെ ഇത് തടയാൻ ശ്രമിച്ചിട്ടുമില്ല. അതൊക്കെ ലോകം കണ്ടതാണ്. പിന്നെ കോടതി വിധിയാണ്, അതേപ്പറ്റിയൊന്നും പറയുന്നില്ല. പക്ഷേ അപ്പീൽ പോകേണ്ടതാണ്. ഈ വിധി വളരെ വളരെ നിർഭാഗ്യകരമാണ് എന്നുള്ള തങ്ങളുടെ പ്രസ്താവന അതാണ് ശരി. ഓക്കെ. ശ്രീ പാണക്കാട് തങ്ങളും ശ്രീ കുഞ്ഞാലിക്കുട്ടിയുമാണ് ആ വിധിയോട് പ്രതികരിച്ചത്. ശ്രീ ഹാരിസ് ബീരാൻ അഭിഭാഷകൻ നമ്മളോട് കൂടെ ചേരുന്നു. ശ്രീ ഹാരിസ് ബീരാൻ, അവർ സംസാരിക്കുന്നതുകൊണ്ടാണ് താങ്കളിൽ നിന്നും ഒന്നങ്ങോട്ട് പോകേണ്ടി വന്നത്. ക്ഷമിക്കണം. നമ്മൾ പറഞ്ഞു വന്നത്രയേ ഉള്ളൂ. ഇത് 28 വർഷത്തിന് ശേഷം വന്ന ഒരു ക്രിമിനൽ കേസ് വിധി എന്നതല്ല ഈ വിധി. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയോടുള്ള അല്ലെങ്കിൽ അത്തരം ജനങ്ങളുടെ വിശ്വാസം അതുമായി ബന്ധപ്പെട്ട കൂടി ഒരു വലിയ വിധിയായിരുന്നു. അപ്പോൾ തങ്ങളും ഇവരൊക്കെ പറയാതെ പറയുകയും ചെയ്തു. ഒരു അഭിഭാഷകൻ അല്ലെങ്കിൽ നിയമവിദഗ്ധൻ എന്ന നിലയിൽ താങ്കൾ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്താണ്? ശ്രീ ഹാരിസ് ബീരാൻ. അവസാനം ചോദിച്ചത് ഞാൻ കേട്ടില്ല. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ, അതായത് നമ്മുടെ നിയമ സംവിധാനത്തിലെ സ്വാഭാവികമായും അപ്പലേറ്റ് കോർട്ടിലേക്ക് പോകണം എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ കുഞ്ഞാലിക്കുട്ടിയാവട്ടെ ശ്രീ തങ്ങളാവട്ടെ, ഇനി അടുത്തൊരു കോർട്ടിലേക്ക് പോവുക, ഇനിയും നീളുക. എങ്ങനെയാണ് നമ്മുടെ നിയമത്തിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ അല്ലേ? ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഇപ്പൊ അദ്ദേഹം പറഞ്ഞ തന്നെ കറക്റ്റ് പോയിന്റാണ്. നിയമം ഇത്രയും കാലം നീതി വൈകുക എന്ന് പറയുന്നത് തന്നെ നീതി നിഷേധം, അതിനുശേഷം ഇതാ ഇങ്ങനൊരു വിധി. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഈ നിയമ സംവിധാനത്തിൽ ഈ ഒരു വിധിക്ക് ശേഷം നിങ്ങൾ അതിനെ കാണുന്നത് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ? അല്ല, നമ്മൾ ഇതിന്റെ ചരിത്രം തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ 2017 വരെയും ഇത് ചത്തുകിടക്കുന്ന ഒരു കേസായിരുന്നു. 2017 സുപ്രീം കോടതിയുടെ ഇടപെടൽ എന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ ജസ്റ്റിസ് റോഹിൻടൺ നരിമാൻ പോലത്തെ ശക്തനായിട്ടുള്ള ഒരു ജഡ്ജിയുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇതിനകത്തൊരു ജീവൻ വെച്ചത് ഈ കേസിൽ. അതുവരെയും ഇത് 2 എഫ്ഐആറുകളും ഒരു എഫ്ഐആർ ഒരു കോടതിയിൽ, മറ്റേ എഫ്ഐആർ മറ്റേ കോടതിയിൽ, ഗൂഢാലോചന കുറ്റമില്ല, അതെല്ലാം ഡ്രോപ്പ് ചെയ്തിരിക്കുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കേസ് പോയിക്കൊണ്ടിരുന്നത്. എവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. 2017 ഏപ്രിലിൽ സുപ്രീം കോടതിയുടെ ആ വിധി പ്രകാരം, അതായത് ഗൂഢാലോചന കുറ്റം ചുമത്തണം, അതിന്റെ അടിസ്ഥാനത്തിൽ വിചാരണ രണ്ടും കൂടി കൂട്ടിയിട്ടുള്ള 2 എഫ്ഐആർ കൂടി കൂട്ടിയിട്ടുള്ള ഒരു ജോയിന്റ് വിചാരണയായിരിക്കണം നടത്തേണ്ടത്. ഒറ്റ കോടതിയിൽ തന്നെ നടത്തണം, ദിവസേന വിചാരണ നടത്തണം, 2 കൊല്ലം കൊണ്ട് കഴിയണം എന്നെല്ലാം വളരെ അതിശക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾക്ക് തുടർന്നാണ് ഈ കേസിന് അല്പമെങ്കിലും ജീവൻ വെച്ചത് നമുക്ക് പറയാം. മാത്രമല്ല 2 വർഷത്തിന് ശേഷം ഇത് തീരാതെയായപ്പോൾ ജഡ്ജി തന്നെ നേരിട്ട് സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് കുറച്ചും കൂടി സമയം വേണമെന്ന് പറയുന്ന ഒരവസ്ഥ, അത് കുറേശ്ശെ സമയം നീട്ടിക്കൊടുക്കുന്നു. അതിനുശേഷം ജഡ്ജി പറഞ്ഞു ഞാൻ റിട്ടയർ ചെയ്യുക എന്ന് പറയുന്നു. കോടതി പറയുന്നു റിട്ടയർ ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല, നിങ്ങളുടെ റിട്ടയർമെന്റ് ഡേറ്റ് ഞങ്ങൾ നീട്ടിത്തരും. അങ്ങനെ ജഡ്ജിന്റെ റിട്ടയർമെന്റ് ഡേറ്റ് വരെ നീട്ടിക്കൊടുത്ത് സുപ്രീം കോടതിയുടെ ഇടപെടലുകൾ കൊണ്ട് മാത്രമാണ് ഇന്നെങ്കിലും ഒരു വിധി നമുക്ക് കിട്ടിയിരിക്കുന്നത്. വിധി എന്തായാലും, വിധി അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും വിധി വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനത്തെ കേസുകളിലൊക്കെ ഈ വൈകിപ്പിച്ചു വന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ നീതി നിഷേധം നടത്തുക എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു തകരാറ് തന്നെയാണ്. അന്വേഷണ ഏജൻസി ആകട്ടെ, വിചാരണ കോടതികളാകട്ടെ, ഈവൻ ഹൈക്കോടതി വരെ ആവട്ടെ. ഹൈക്കോടതി 2003 ഈ കേസ് ഒരുപാട് നാളത്തേക്ക് സ്റ്റേ ചെയ്ത് വെച്ചു. അതുകൊണ്ടാണ് പിന്നെ ഇതിനകത്ത് ഒരു തരത്തിലും പിന്നെ മുന്നോട്ട് പോകാതിരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കേസുകളിലൊക്കെ ഇത് നടക്കുന്നത് നമ്മൾ ജനങ്ങളിൽ നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ ഒരു അവസരം വരും. എന്നിട്ട് അവസാനം വിധി വരുന്നതെന്ന് പറഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള തെളിവുകളില്ല എന്ന് പറഞ്ഞാണ്. തെളിവുകളില്ല എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്നുള്ളത് വിധിന്യായം വായി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. കാരണം ഞാൻ നോക്കിയിട്ട് 1993 അന്വേഷണ ഏജൻസി ചാർജ് ഷീറ്റ് സമർപ്പിക്കുമ്പോൾ ഗൂഢാലോചന കുറ്റം തന്നെ വ്യക്തമായിട്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചാർജ് ഷീറ്റ് സമർപ്പിക്കുന്നത്. അതിന്റെ തെളിവായിട്ട് അവർ പറഞ്ഞത് 5/12, അതായത് ഡിസംബർ 5-ാം തീയതി വിനയ് കട്ടിയാറിന്റെ വീട്ടിൽ വെച്ചിട്ട് നടന്ന യോഗത്തിൽ ഇവരെല്ലാം പങ്കെടുത്തു. ആ യോഗത്തിന്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇത് തകർക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അതിനകത്ത് അദ്വാനി ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തു എന്ന് അവർ പറയുന്നുണ്ട്. അതിനുശേഷം ഇത് വിചാരണ കോടതിയിൽ പോയപ്പോൾ ഈ പ്രഥമ ദൃഷ്ട്യാ ഗൂഢാലോചന കുറ്റം നിലനിൽക്കുന്നതാണെന്ന് വിചാരണ കോടതി പറഞ്ഞു. അതിനുശേഷം ഹൈക്കോടതിയിൽ വന്നപ്പോൾ
പറയുമ്പോഴാണ് പിന്നെ ഇത് മറിയുന്നത്. അവർ പറഞ്ഞു ഗൂഢാലോചന കുറ്റം പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ 2009 ലിബർഹാൻ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോ വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് എങ്ങനെയെല്ലാമാണ് ഇതിനകത്ത് ഗൂഢാലോചന കുറ്റം വരുന്നത് എന്നുള്ളത്. അതിനുശേഷം നമ്മൾ 2017 സുപ്രീം കോടതി ഗൂഢാലോചന കുറ്റം പിന്നെയും ചുമത്തി. അതിനുശേഷം 2019 കഴിഞ്ഞ വർഷം സുപ്രീം കോടതി ഈ ബാബറി പള്ളി കേസിൽ തന്നെ പറഞ്ഞു ഇതിനകത്ത് നിയമവിരുദ്ധത നടന്നിട്ടുണ്ട് എന്നുള്ളത്. ഇതെല്ലാം വന്നതിന് ശേഷം 2020 വന്നപ്പോ വിചാരണ കോടതി പറയുകയാണ് ഒരു തെളിവും ഇല്ല എന്നുള്ളത്. അപ്പൊ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞെന്നുള്ളത് ഇനിയിപ്പോ വിധിന്യായം വന്നാലും നമുക്ക് മനസ്സിലാവുകയുള്ളൂ. പക്ഷേ നമുക്കൊരു സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള സന്ദേശമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വെറും ഒരു പള്ളി പൊളിക്കൽ മാത്രമല്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഉള്ള ഒരു കറുത്താധ്യായമായിട്ട് നമുക്ക് എല്ലാവർക്കും നമ്മൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ 2000 ആളുകളെങ്കിലും മരിച്ചേക്കുന്ന ഒരു സംഭവം കൂടിയുണ്ട്. അപ്പൊ അതിനൊന്നും ഉത്തരവാദികളില്ലാതെ പോകുന്നു എന്നുള്ളൊരു അവസ്ഥ വരുമ്പോ വെറുതെ പള്ളി പൊളിഞ്ഞു വീഴുന്ന പോലെയുള്ള ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ വരുന്നത്. സുപ്രീം കോടതി അഭിഭാഷകൻ ഹാരിസ് ബിരാനാണ് സംസാരിച്ചത്. ഇപ്പോൾ നമ്മളത് കാണുന്ന ദൃശ്യം വിധി അറിഞ്ഞതിന് ശേഷം ടിവിയിലൂടെ വിധി LK അദ്വാനി കാണുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അതിനുശേഷം അദ്ദേഹം പുറത്തെത്തി മാധ്യമങ്ങളെ കാണുകയാണ്. ശ്രീ കൊടുക്കുന്നിൽ സുരേഷ് MP കൂടി ചേരുന്നു. സാർ, എങ്ങനെയാണ് ആദ്യം ഈ വിധിയെ കാണുന്നത്? വളരെ നിർഭാഗ്യകരമായ ഒരു വിധിയാണ് CBI കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ആരും പ്രതീക്ഷിക്കാത്ത ഒരു വിധിയാണ്. ഇപ്പോൾ പ്രോസിക്യൂഷന് മതിയായ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്ന CBI കോടതിയുടെ കണ്ടെത്തൽ വിശ്വസനീയമല്ല. ഈ തെളിവുകളുടെ കാര്യത്തിൽ അട്ടിമറി നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇതിനു മുമ്പ് നടന്ന പല ഈ ബാബറി മസ്ജിദ് പൊളിച്ചതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തർക്കവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കേസുകൾ വിവിധ കോടതിയിൽ നടന്നപ്പോഴൊക്കെ തന്നെ ഇതിനകത്ത് തെളിവുകൾ ഉണ്ട് എന്നും അതൊക്കെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്നതല്ല എന്നൊക്കെയുള്ള പരാമർശങ്ങളും നിരീക്ഷണങ്ങളും ഹൈക്കോടതി അടക്കമുള്ള കോടതികൾ നടത്തിയിട്ടുണ്ട്. അതിനൊക്കെ കളയവിരുദ്ധമായി ഇപ്പോൾ 34 പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടുള്ള CBI കോടതിയിലെ വിധി, ആ വിധിനയത്തിൽ പറയുന്ന വിധി മുഴുവൻ പുറത്തു വന്നില്ലെങ്കിൽ പോലും പ്രോസിക്യൂഷന് തെളിവുകൾ കൃത്യമായി ഹാജരാക്കാൻ കഴിയാതെ പോയിരിക്കുന്നു എന്നുള്ളതാണ്. എന്നിട്ട് പ്രോസിക്യൂഷന്റെ നടപടിയെ CBI കോടതി ശക്തമായിട്ട് വിമർശിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും ഇത് നമ്മൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിനെ കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വിധിയിൽ ഒരുപാട് അസ്വാഭാവികതകൾ ഉണ്ട് എന്ന് നമുക്ക് കാണേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കൊടുക്കുന്നിൽ സുരേഷാണ് പ്രതികരിച്ചത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ LK അദ്വാനി വിധിക്ക് ശേഷം മാധ്യമങ്ങൾ കാണുന്നതാണ്. കൂടുതൽ വാർത്തകൾ വേഗത്തിൽ കാണാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.